സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 8 ശനി. പാർലമെന്റ് റബ്ബർ സ്റ്റാമ്പാക്കരുത്. 14 ദിവസമായി ജനാധിപത്യത്തെ അപഹസിക്കും വിധമുള്ള നാണംകെട്ട സംഭവങ്ങളാണ് നമ്മുടെ പാർലമെന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിലെത്തി മറുപടി പറയണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന്മേൽ 2 ആഴ്ചയായി സ്തംഭിച്ചു നിൽക്കുകയാണ് ഇരുസഭകളും. ചർച്ചകളില്ല, ചോദ്യോത്തര വേളയില്ല, ശൂന്യവേളയില്ല. പ്രതിപക്ഷം തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും അമിത്ഷാ പാർലമെന്റിലെത്താൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൻ്റെ മറവിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളാണ് സർക്കാർ ചർച്ച പോലുമില്ലാതെ പാർലമെന്റ് കടത്തിവിട്ടിരിക്കുന്നത്. വന്ദേമാതരം പാടൽ നിർബന്ധമാക്കുന്ന ബിൽ, ജനന മരണ രജിസ്ട്രേഷൻ ബിൽ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന ബിൽ, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ തുടങ്ങി ചർച്ചകൾ അനിവാര്യമായ സുപ്രധാന ബില്ലുകൾ ഇക്കൂട്ടത്തിലുണ്ട്. ചില ബില്ലുകൾ ഇരുസഭകളും പാസാക്കിയപ്പോൾ മറ്റു ചിലത് ഏതെങ്കിലും ഒരു സഭയാണ് പാസാക്കിയിരിക്കുന്നത്. ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ബില്ലുകൾക്ക് പോലും വിശദമായ ചർച്ചയോ ഭേദഗതികളോ കൂടാതെയാണ് പാസാക്കുന്നത്. ലോക്സഭ ഇതുവരെ 7 ബില്ലുകൾ പാസാക്കിയതിൽ 5 എണ്ണവും ചർച്ചയില്ലാതെയാണ് അംഗീകരിച്ചത്. കുറച്ചു വർഷങ്ങളായി ജനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്തതിനാൽ സഭയിൽ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രതിഷേധങ്ങൾ നിമിത്തമാക്കിയെടുത്ത് ബില്ലുകൾ അതിവേഗം പാസാക്കുന്ന പതിവ് രൂപപ്പെട്ടു. ഇതോടെ പാർലമെന്റിലെ ചർച്ചയും പരിശോധനയും ഭേദഗതികളും എന്ന ജനാധിപത്യ പ്രക്രിയകൾ തീർത്തും ഇല്ലാതെയാവുകയാണ്. പാർലമെന്റ് സ്വയം ദുർബലമാകുന്ന സ്ഥാപനമല്ല. സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളും സംവാദം ഒഴിവാക്കുന്ന സമീപനവുമാണ് അതിൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുക. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 3 കാലഘട്ടങ്ങളിലായി പാർലമെന്റിലെ ചർച്ചകളുടെ അവസരം ഘട്ടം ഘട്ടമായി ചുരുങ്ങി. ആദ്യ കാലഘട്ടത്തിൽ അടിയന്തര പ്രമേയങ്ങൾ അപൂർവമായി മാത്രം അനുവദിക്കപ്പെട്ടു. 2ാം കാലഘട്ടത്തിൽ ഹ്രസ്വകാല ചർച്ചകൾ പോലും വളരെ കുറവായി. 3ാം കാലഘട്ടത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കാതിരിക്കുന്ന പ്രവണത ശക്തമാക്കി. ഇതിലൂടെ പാർലമെന്റ് സർക്കാരിന്റെ നിയമനിർമ്മാണ പരിപാടികൾ പൂർത്തിയാക്കുന്ന വേദി മാത്രമായി മാറി. പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം നിയമങ്ങൾ പാസാക്കുക മാത്രമല്ല, സർക്കാരിനെ ജനപ്രതിനിധികളുടെ മുമ്പാകെ ഉത്തരവാദിത്തപ്പെടുത്തുക കൂടിയാണ്. ഭരണഘടന വിഭാവനം ചെയ്ത ഉത്തരവാദിത്വ ഭരണത്തിന്റെ പ്രധാന ആയുധമാണ് പാർലമെന്റ്. ചർച്ചകൾ നടക്കാതെ വരുന്നതോടെ പ്രതിപക്ഷത്തിന് സർക്കാരിനോട് ഉത്തരം ചോദിക്കാനുള്ള അവസരങ്ങൾ കുറയുകയാണ്. പ്രധാനമന്ത്രി എല്ലാ ആഴ്ചയും എംപിമാരുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്ന പതിവുണ്ട് ബ്രിട്ടനിൽ. അമേരിക്കയിൽ സെനറ്റ് കമ്മിറ്റികൾ ബില്ലുകൾ വിശദമായി പരിശോധിക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ന്യൂസിലാൻഡിൽ എല്ലാ ബില്ലുകളും നിർബന്ധമായും സമിതികളുടെ പരിശോധനയ്ക്ക് വിടുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇത്തരം പരിശോധനാ സംവിധാനങ്ങൾ ദുർബലമാവുകയാണ്. നിയമങ്ങൾ സഭയിലെത്തുമ്പോഴാണ് പല എംപിമാരും അവയെക്കുറിച്ച് അറിയുന്നത്. ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്വകാര്യ ബില്ലുകൾ നിയമമാകാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ 1952 ശേഷം വളരെ കുറച്ച് സ്വകാര്യ ബില്ലുകൾ മാത്രമാണ് പാസ്സായത്. ഇത് എംപിമാരുടെ നിയമനിർമ്മാണ അധികാരത്തെ പരിമിതപ്പെടുത്തുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കാലങ്ങളിലെല്ലാം ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ പ്രതിപക്ഷവുമായി ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലൂടെയും അനൗപചാരിക കൂടിയാലോചനകളിലൂടെയും ധാരണയിലെത്തുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്ത് ഈ ആലോചനാ സംസ്കാരവും ഇല്ലാതായി. ജനാധിപത്യത്തിൽ പാർലമെന്റിന്റെ ശക്തി ഭൂരിപക്ഷത്തിന്റെ എണ്ണത്തിലല്ല, ആശയങ്ങളുടെ ഏറ്റുമുട്ടലിലും ചോദ്യോത്തരങ്ങളിലൂടെയുമാണ്. ഭിന്നാഭിപ്രായങ്ങളെ പാർലമെന്റിനുള്ളിൽ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് ജനാധിപത്യം ശക്തിപ്പെടുക. പാർലമെന്റിന്റെ സുഗമവും ഫലപ്രദവുമായ പ്രവർത്തനം ഉറപ്പാക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ഭരണഘടന സർക്കാരിനാണ് നൽകുന്നത്. പ്രതിപക്ഷത്തിന് ചർച്ചയുടെ അജണ്ട നിശ്ചയിക്കാൻ പ്രത്യേക ദിവസങ്ങൾ അനുവദിക്കുന്ന ബ്രിട്ടീഷ് മാതൃക ഇന്ത്യയും പരിഗണിക്കണം. എല്ലാ ബില്ലുകളും നിർബന്ധമായും പാർലമെന്ററി സമിതികൾക്ക് പരിശോധിക്കാൻ വിടണം. പ്രധാനമന്ത്രി പതിവായി പാർലമെന്റിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന സംവിധാനം ശക്തിപ്പെടുത്തണം. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് രാജ്യവ്യാപകമായി ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഹാജരായി വിശദീകരണം നൽകേണ്ടത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മര്യാദയാണ്. പാർലമെന്റിൽ ഉത്തരം പറയേണ്ട മന്ത്രി പാർലമെന്റിന് പുറത്തു മാത്രം പ്രത്യക്ഷപ്പെടുന്നത് ഉത്തരവാദിത്ത ഭരണത്തിന്റെ ആത്മാവിനോട് യോജിക്കുന്നതല്ല. ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങൾ നൽകുന്നതാണ്.
ആ അധികാരത്തിന് നിയമസാധുത ലഭിക്കുന്നത് പാർലമെന്റിനോടുള്ള ഉത്തരവാദിത്വത്തിലൂടെയാണ്. വിമർശനം ഉയരുമ്പോൾ സഭയിലെത്തി മറുപടി പറയുകയാണ് ജനാധിപത്യത്തെ ബഹുമാനിക്കുന്ന ഭരണാധികാരിയുടെ കടമ. സർക്കാരിൻ്റെ തീരുമാനങ്ങൾ വിമർശിക്കപ്പെടുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന വേദിയാണ് പാർലമെന്റ്. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ചർച്ചയും സംവാദവും ഉത്തരവാദിത്വവും ഇല്ലാത്ത പാർലമെന്റ് ഭരണഘടന വിഭാവനം ചെയ്ത പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. പാർലമെന്റ് ജനങ്ങളുടെ ശബ്ദം പ്രതിഫലിക്കുന്ന വേദിയാവണം, അല്ലാതെ സർക്കാർ തീരുമാനങ്ങൾക്ക് മുദ്രകുത്തുന്ന പോസ്റ്റ് ഓഫീസ് ആവരുത്. waytonikah.com, the exclusive Muslim matrimonial site.